സോ നമ്മൾ ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്ലാസ് 7. ഓക്കെ. സോ 7ാം ക്ലാസ്സിലെ ജോഗ്രഫി ആയിരുന്നു നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ജോഗ്രഫിയിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ ചാപ്റ്റർ ആൻഡ് നാലാമത്തെ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്നായിരുന്നു. പക്ഷെ ഐ തിങ്ക് ലൈക്ക് മൂന്നാമത്തെ ചാപ്റ്റർ കുറച്ചധികം ഡെപ്തിലേക്ക് പോകണം. ഒരു 10 പേജിൽ താഴെ മാത്രമേ ചാപ്റ്റർ ഉള്ളൂ. ഓക്കെ, 10 പേജിലും താഴെ മാത്രമേ ചാപ്റ്റേഴ്സ് വരുന്നുള്ളൂ. പക്ഷെ ഈ പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അതിന്റെ ഒരു കണ്ടന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോഗ്രഫിയിലെ വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ജിയോ മോർഫോളജിയെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ജിയോ മോർഫോളജിയുടെ ഒരു മേജർ കണ്ടന്റ് ഈ ഒരു 3rd ചാപ്റ്ററിൽ കവേർഡ് ആയിട്ട് പോകുന്നുണ്ട്. ഈ പറയുന്ന അവർ ചേഞ്ചിങ് എർത്ത് എന്ന് പറയുന്നത്, അതായത് പ്ലേറ്റ് ടെക്ടോണിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഡിഫറെന്റ് ലാൻഡ് ഫോംസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഡിഫറെന്റ് ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഏജൻസിനെ കുറിച്ചിട്ട് അതും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പം ഈ ചാപ്റ്ററിൽ പറയുന്ന കണ്ടന്റ് നിങ്ങൾ ഇപ്പൊ ഒരു ജോഗ്രഫിയുടെ UPSCയുടെ ഒരു റെഫറൻസ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 5 or 6 ചാപ്റ്ററിലേക്ക് പറയേണ്ട കാര്യമാണ് ഈ ഒരൊറ്റ 10 പേജിലേക്ക് കണ്ടൻസ് ചെയ്ത് ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്. ഓക്കെ, 5 or 6 ചാപ്റ്ററിൽ ഓരോ ചാപ്റ്ററും ഒരു ലൈക്ക് 10 to 30 പേജസ് അങ്ങനെ പറയേണ്ട ചാപ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് നിങ്ങൾ ഓൾമോസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 100 to 150 പേജിൽ പറയേണ്ട കാര്യങ്ങളെ അത്രത്തോളം കണ്ടൻസ് ആക്കി 10 പേജിലേക്ക് ഷോർട്ട് ആക്കിയിട്ട് ഈ ഒരൊറ്റ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് മോസ്റ്റ് പ്രോബ്ലി നമ്മൾ ഈ ഒരു മൂന്നാമത്തെ ചാപ്റ്റർ കുറച്ചൊരു ഡെപ്തിലേക്ക് പോവായിരിക്കും ചെയ്യുന്നത്. നാലാമത്തെ ചാപ്റ്റർ ആകുമ്പോൾ അത് ഒരുപാട് കണ്ടന്റ് ആവും. അപ്പോൾ എനിവേ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അക്കോർഡിംഗ്ലി നമുക്ക് എന്ത് ചെയ്യാം, എത്രത്തോളം ആണോ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അത്രത്തോളം മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് ഇതിന് മുമ്പ് എടുത്തിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഒന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്യാം. സോ അതിലെ ആദ്യത്തെ 2 ചാപ്റ്ററിലായിട്ട് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അറ്റ്മോസ്ഫിയർ, നമ്മുടെ എൻവിറോൺമെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ എൻവിറോൺമെന്റിനെ കുറിച്ച്, എൻവിറോൺമെന്റിന്റെ സ്ട്രക്ചർ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ എർത്ത് അതിന്റെ ഇന്റീരിയർ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ എർത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു റോക്കും അതുപോലെ തന്നെ റോക്ക് സൈക്കിളും. ഓക്കെ, റോക്കും റോക്ക് സൈക്കിളും. അപ്പൊ ഈ റോക്ക് സൈക്കിളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് UPSC പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരുന്ന ചോദ്യവും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്ററിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത ദിവസം 25-ാം തീയതി നടക്കാൻ പോകുന്ന പ്രിലിംസ് എക്സാമിനേഷനിൽ പോലും ഈ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം റിഫ്ലക്ട് ചെയ്തു വരും എന്നുള്ള രൂപത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദ സെയിം ഐ ക്യാൻ സേ അബൌട്ട് ദിസ് ചാപ്റ്റർ ഓൾസോ. ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റിൽ നിന്നും നിങ്ങൾക്ക് ഒരു ചോദ്യം അപ്കമിംഗ് പ്രിലിംസ് എക്സാമിനേഷനിൽ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് ദിസ് ചാപ്റ്റേഴ്സ്. എനിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഒരു ചാപ്റ്ററിനുണ്ട്. സോ ഇത്രയാണ് ഇതിന്റെ ബേസിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ റോക്ക് സൈക്കിളിൽ മേജറായിട്ട് 3 റോക്സ് ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇഗ്നീഷ്യസ്, സെഡിമെന്ററി, മെറ്റമോർഫിക്. അപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഗ്നീഷ്യസ് റോക്സ് വരുന്നത് നമ്മുടെ എർത്തിന്റെ ഉള്ളിലുള്ള മാഗ്മയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ചാപ്റ്റർ, ആ ഒരു ഏരിയ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഈ മാഗ്മയെ കുറിച്ചിട്ട് നമ്മൾ അപ്കമിംഗ് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എർത്തിന്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്ത സമയത്ത് എർത്തിന് ഏറ്റവും പുറമെ വളരെ സോളിഡ് ആയിട്ടുള്ള കൂൾഡ് ആയിട്ടുള്ള ലിത്തോസ്ഫിയർ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ആ ലിത്തോസ്ഫിയറിന് കുറച്ചുകൂടെ നമ്മൾ താഴത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തുണ്ട്, മാന്റിൽ വരുന്നുണ്ട്. ആ മാന്റിൽ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു കോർ വരുന്നുണ്ട്. ഈ കോറിലേക്ക് എത്തുന്ന സമയത്ത് എസ്പെഷ്യലി ഇന്നർ കോർ എന്നൊക്കെ പറയുന്നത് ഹൈ പ്രഷർ ഏരിയയാണ്, അതുപോലെ തന്നെ ലിക്വിഡ് ഫോർമാറ്റിലാണ് നിൽക്കുന്നത്, ഹൈ ടെമ്പറേച്ചർ ആണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇതിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവർ ചേഞ്ചിങ് എർത്ത്. നമ്മുടെ ഈ എർത്തിന്റെ, നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഒരു ഏറ്റവും പുറത്ത് കാണുന്ന ഈ ഒരു ലിത്തോസ്ഫിയർ, അല്ലെങ്കിൽ നമ്മൾ ഇതിന് ലിത്തോസ്ഫിയറിന് മറ്റൊരു പേരും കൂടി ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലിത്തോസ്ഫിയറിന്റെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ ഒരു പുറത്ത് നിൽക്കുന്ന ഒരു
ഏരിയക്ക് നമ്മൾ മറ്റൊരു പേരും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ പേര്? യെസ്, എക്സാക്ട്ലി, ക്രസ്റ്റ്. ഓക്കെ, സോ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഏരിയക്ക് നമ്മൾ പറഞ്ഞ മറ്റൊരു പേരായിരുന്നു ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രോപ്പർ ആയിട്ട് ഈ ഓരോ ടേംസും നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ലിത്തോസ്ഫിയറിനെ കുറിച്ചിട്ട്, അതുപോലെ ലൈക്ക് ക്രസ്റ്റിനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ ഈ ലിത്തോസ്ഫിയറിനെ കുറിച്ച് അല്ലെങ്കിൽ ക്രസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ആ സമയത്ത് ഞാൻ ഒരു ഇമേജ് ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ വരച്ചിട്ട് ഇവിടെ ലൈക്ക് ഇവിടെ വാട്ടർ ആണ്, ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുന്നത് ഓഷ്യാനിക് ക്രസ്റ്റ് ആണ്, ഇവിടെ വരുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ്. അതിന്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിത്തോസ്ഫിയറിനെ കുറിച്ചിട്ടാണ്. ഒരു റെസിഡൻഷ്യൽ സിവിൽ സർവീസ് അക്കാഡമിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേത്, ഫൗണ്ടേഷൻ ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. രണ്ടാമത്തേത്, ടെസ്റ്റ് സീരീസ്. മൂന്നാമത്തേത്, വീക്ക്ലി ആൻസറിംഗ് പ്രോഗ്രാം. നാലാമത്തേത്, ഒരു പേഴ്സണലൈസ്ഡ് മെന്റർ. അഞ്ചാമത്തേത്, 24 hour റീഡിംഗ് റൂം ഫെസിലിറ്റി. ഇതെല്ലാം അനന്തയിലുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ സിവിൽ സർവീസ് അക്കാഡമിയിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? കാരണം ഈ ലിത്തോസ്ഫിയറിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ എർത്തിന്റെ സർഫസിൽ വളരെ ലൈക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ലിത്തോസ്ഫിയറിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ എർത്തിന്റെ സർഫസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും, ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സോ ലിത്തോസ്ഫിയർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം, നമ്മൾ എർത്തിന്റെ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മൾ കാണുന്ന പോലെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് അങ്ങനെ കിടക്കുകയല്ല ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നമുക്കറിയാം ഡിഫറെന്റ് കോണ്ടിനെന്റ്സ് വരുന്നുണ്ട്, ഐലൻഡ്സ് വരുന്നുണ്ട്, ഓക്കെ, ദ്വീപുകൾ വരുന്നുണ്ട്, ഭൂഖണ്ഡങ്ങൾ വരുന്നുണ്ട്, ഇതൊക്കെ വരുന്നുണ്ട്. അതല്ലാതെ നമ്മളിപ്പോ ജസ്റ്റ് നമ്മളൊരു വേൾഡ് മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ലൈക്ക് ഈവൻ യൂറോപ്പ് വരെ ലാൻഡ് കണക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എസ്പെഷ്യലി ലൈക്ക് റഷ്യ ഈസ് കണക്റ്റഡ് ടു യൂറോപ്പ്. പക്ഷെ ആക്ച്വലി നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതുപോലെ അല്ല നമ്മുടെ എർത്ത് നിൽക്കുന്നത്. എർത്ത് എന്ന് പറയുന്നത് കുറെ പ്ലേറ്റുകളായിട്ടാണ്, ഓക്കെ, കുറെ ഫലകങ്ങളായിട്ടാണ്. അപ്പം നിങ്ങളുടെ പുറത്തേക്ക്, നമ്മളിവിടെ പുറത്തേക്കൊക്കെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടൈൽസ് ഇട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ചിലപ്പോൾ കറക്റ്റ് സ്ക്വയറിലുള്ളതായിരിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് സ്ക്വയറുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കുക. പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ലൈക്ക് ആ ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. ദ സെയിം വേ എർത്ത് എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലേറ്റുകൾ ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, ഒരുപാട് പ്ലേറ്റുകൾ ഇതുപോലെ ജോയിൻ ചെയ്ത് വെക്കുന്നതാണ്. പക്ഷേ ഈ പ്ലേറ്റുകളൊന്നും ഇതുപോലെ നമ്മൾ കാണുന്ന പോലെ ലൈക്ക് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇതുപോലെ ലൈക്ക് റെക്ടാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലൊന്നും അല്ല. ദേ ആർ ഇറഗുലർ ഷേപ്പാണ്. ഓക്കെ, ഇറഗുലർ ആയിട്ട് ഷേപ്പായിട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ടെക്ടോണിക് അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ ജോയിൻ ചെയ്തുകൊണ്ടാണ്. ഞാൻ ടെക്ടോണിക് പറയാൻ കാരണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ കൃത്യമായിട്ടുള്ള ടേംസ് പഠിക്കും. അതിനെ നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സജിൻ കഴിഞ്ഞ ജോഗ്രഫി ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടായിരുന്നോ? അതായത് ഞാൻ ചോദിച്ചത് എന്റെ ക്ലാസ്സിലല്ല, നമ്മുടെ കഴിഞ്ഞ ബാച്ചിന്റെ ജോഗ്രഫി ക്ലാസ്സിൽ അർജുൻ സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടായിരുന്നോ? കുറച്ച് ഇന്ത്യൻ ജോഗ്രഫി കിട്ടിയിട്ടുണ്ട് സാർ. അതായത് ഹിമാലയൻ റേഞ്ചസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ ഇത് ലൈക്ക് വേൾഡ് ജോഗ്രഫിയുടെ, അതായത് നമ്മുടെ കോമൺ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് പറയുന്നതാണ്. അപ്പൊ ഇതിൽ നിങ്ങൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഇതിന്റെ കൃത്യമായിട്ടുള്ള പേര് നിങ്ങൾ പഠിക്കും. ഓക്കെ, ലിത്തോസ്ഫിയറിക് പ്ലേറ്റിന്റെ ലൈക്ക് ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് നിങ്ങൾ പഠിക്കും. ഞാൻ കോണ്ടെക്സ്ച്വലി അതൊന്ന് പറഞ്ഞത് മാത്രം, ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നാണ്. ഇത്തരത്തിലുള്ള ഈ ടെക്ടോണിക് പ്ലേറ്റ്സിനെ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എർത്തിന്റെ ഈ ഒരു സർഫസ് രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ടെക്ടോണിക് പ്ലേറ്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ടെക്ടോണിക് പ്ലേറ്റ് ആണ് എന്ത്, ഓസ്ട്രേലിയൻ പ്ലേറ്റ്. അത് മറ്റ് പ്ലേറ്റുകളൊന്നായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അതൊരു ഒരു ഭൂഖണ്ഡമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ദ്വീപാണ്. അതിന് ചുറ്റും എന്താണ്, ഈ രൂപത്തില് കടലാണ്. ഓക്കെ, സോ അങ്ങനെ നോക്കുന്ന സമയത്ത് അതിനെ നമുക്ക് എന്ത് പറയാം, ഒരു ദ്വീപ് എന്നുള്ള അർത്ഥത്തിലും വിശേഷിപ്പിക്കാം. അപ്പൊ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഉണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുക്കുന്ന സമയത്ത് തന്നെ ഈ ഹിമാലയം, ആ ഹിമാലയത്തിന്റെ ഫോർമേഷൻ, ഹിമാലയം എങ്ങനെയാണോ നിൽക്കുന്നത് അതിന്റെ താഴത്തേക്കുള്ള ഒരു ത്രികോണ രൂപത്തിലുള്ള ഈ ഒരു എൻറ്റയർ ഏരിയ ഇൻക്ലൂഡിങ് ദിസ് പാകിസ്ഥാൻ. ഓക്കെ, സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അതൊരു ഡിഫറെന്റ് ആണ്. അതിന് മുകളിലേക്ക് കിടക്കുന്ന ഏഷ്യ പ്ലേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിഫറെന്റ്. പിന്നെ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഒരു പ്ലേറ്റ് ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേറ്റുകൾ കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു
എർത്തിന്റെ സർഫസ് രൂപം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കോണ്ടിനെന്റൽ ഫോർമേഷൻസും ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റ്സും ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിന് എന്തെല്ലാം എവിഡൻസസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ലൈക്ക് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേറ്റുകളായിട്ടാണ് ഇത് നിൽക്കുന്നത് എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. യു നീഡ് ദി എവിഡൻസ്. വേണ്ട, നിങ്ങൾക്ക് എവിഡൻസ് വേണം. അല്ലാതെ ഞാൻ വെറുതെ പറയാണ് ഈ എർത്തിന്റെ സർഫസിലുള്ളതെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേറ്റുകളാണ്, ഓക്കെ, അത് നിങ്ങൾ അങ്ങ് വിശ്വസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വോണ്ട് ബിലീവ് ഇറ്റ്. നിങ്ങൾ അത് വിശ്വസിക്കില്ല. അപ്പൊ നിങ്ങൾ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ദി എവിഡൻസ്. അപ്പൊ ആ എവിഡൻസുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പഠിക്കും. ബട്ട് എനിവേ, നിങ്ങൾക്കൊരു എക്സസൈസ് ആയിട്ട് ഞാൻ ഇതിലൊരു എവിഡൻസ് നിങ്ങൾക്ക് തരികയാണ്. ആ എവിഡൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എവിഡൻസ് ആണ് ജിഗ്സോ പസിൽ എന്ന് പറയുന്നത്. ഓക്കെ, ജിഗ്സോ പസിൽ എന്ന് പറയുന്നത്, ജിഗ്സോ പസിൽസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആഫ്രിക്കയുടെ ബോർഡറും ആഫ്രിക്കയുടെ ബോർഡറും അതുപോലെ തന്നെ എന്താ പറയാ സൗത്ത് അമേരിക്കയുടെ ബോർഡറും. ഓക്കെ, ഈ സൗത്ത് അമേരിക്കയെ ലൈക്ക് ജസ്റ്റ് നമ്മളൊരു മാപ്പ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോർത്ത് അമേരിക്ക ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൗത്ത് അമേരിക്ക ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആഫ്രിക്ക ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ പറയുന്ന സൗത്ത് അമേരിക്കയെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ആഫ്രിക്കയുടെ ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ചേർത്ത് വെച്ച് നോക്കുക. നിങ്ങൾ മാപ്പ് എടുത്തിട്ട് ആ ഏരിയ രണ്ടും കൂടെ മാച്ച് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് നോക്കാം. വേൾഡ് മാപ്പ് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ടു സം എക്സ്റ്റെന്റ് ഇവിടുന്ന് ഇങ്ങനെ വിട്ടു പോയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാം, അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഫിറ്റ് ആയിട്ട് വരുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് രണ്ടും കൂടെ ലൈക്ക് ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു സി ഇല്ലായിരുന്നെങ്കിൽ ഇതിനെ കുറെ കൂടെ നന്നായിട്ട് ഇങ്ങോട്ടേക്ക് ചേർത്ത് വെക്കാമായിരുന്നു. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു 3D ഡയമെൻഷനെ നമ്മൾ 2Dയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഇത് എക്സാക്ട് ആയിട്ട് ഇങ്ങോട്ടേക്ക് ഫിറ്റ് ആവുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മളൊരു 3 ഡയമെൻഷണൽ സാധനത്തിനെ 2Dയിലേക്ക് കൊടുത്തതാണ്. അപ്പൊ അങ്ങനെ ആകുന്ന സമയത്ത് ഈ ഇക്വറ്റോറിയൽ റീജിയനിലുള്ള കാര്യങ്ങളൊക്കെ ഇതേ ഒരു സൈസിൽ തന്നെയായിരിക്കും. ബട്ട് അവിടുന്ന് താഴത്തേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് അതിനെ കുറച്ചുകൂടെ നമ്മൾ ലൈക്ക് എലോങ്ങേറ്റ് ചെയ്തിട്ടൊക്കെയാണ് കാണിക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് ലൈക്ക് തിങ്ക് ചെയ്താൽ മതി. അപ്പം ഒരു ഗ്ലോബിന് അല്ലെങ്കിൽ ഈ ഒരു ജിയോയിഡ് ഷേപ്പിലുള്ള എർത്തിനെ നമ്മൾ 2D ഡയമെൻഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയിട്ടുണ്ട്. എക്സാക്ട്ലി ഇങ്ങനെയല്ല എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രത്തോളം ദൂരം ഇതിലൊക്കെ ലൈക്ക് റിലേറ്റീവ്ലി ചേഞ്ചസ് വന്നിട്ടുണ്ട്. കാരണം അതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ഡയമെൻഷനിലേക്ക് കൊണ്ടുവരുമ്പം ആ ഒരു ചേഞ്ച് വരുത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാം. ബട്ട് എനിവേ, ഇവിടെ ജസ്റ്റ് നിങ്ങൾ നോക്കുക, ഈ പറയുന്ന സൗത്ത് അമേരിക്ക വന്നിട്ട് ഈ പറയുന്ന ആഫ്രിക്കയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തില് ജിഗ്സോ പസിൽസ് ആയിട്ട് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാൻ, ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതൊരു എവിഡൻസ് ആണ്. നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് പല പല ടെക്ടോണിക് പ്ലേറ്റുകളായിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളത്. ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് ആയിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും നല്ല അടുത്ത എക്സാമ്പിൾ ആണ് പലപ്പോഴും ഉണ്ടാകുന്ന എർത്ത് ക്വേക്ക്. ഓക്കെ, എർത്ത് ക്വേക്ക്. സോ എർത്ത് ക്വേക്ക് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ലൈക്ക് ടോട്ടൽ ആയിട്ട് ഇപ്പം ഇന്ത്യയിൽ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എൻറ്റയർ ഗ്ലോബ് ഒരു സിംഗിൾ പ്ലേറ്റ് ആണ്, അല്ലെങ്കിൽ എൻറ്റയർ ഗ്ലോബ് ഒരുമിച്ച് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ എല്ലാ കരഭാഗങ്ങളും കണക്റ്റഡ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ എർത്ത് ക്വേക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടാവണം. പക്ഷെ അങ്ങനെയല്ല, ചില ഭാഗങ്ങളിൽ മാത്രമായിട്ടാണ് നമുക്ക് എർത്ത് ക്വേക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത്. ഓക്കെ, അതും ചില സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻസിലാണ് എർത്ത് ക്വേക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ എർത്ത് ക്വേക്ക് എല്ലാ ഭാഗത്തേക്കും എത്തണം എന്ന് ഞാൻ പറഞ്ഞു. ഡെഫിനറ്റ്ലി ഒരു കാര്യം ഉറപ്പാണ്, എർത്ത് ക്വേക്ക് ഇപ്പൊ ലൈക്ക് എർത്ത് ക്വേക്കിന്റെ ഒരു സെന്റർ ഇന്ത്യ ആണ് എന്നുണ്ടെങ്കിൽ അവിടുന്ന് പിന്നീട് ദൂരത്തേക്ക് പോകുന്നതിനനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, അതിന്റെ ഒരു എനർജി ഡിസിപ്പേറ്റ് ആയിക്കൊണ്ടിരിക്കും. ബട്ട് ഈ എർത്ത് ക്വേക്ക് ഉണ്ടാവുന്ന ലൊക്കേഷൻസ് നമ്മൾ നോട്ട് ചെയ്ത സമയത്ത് അതിനും ഒരു പാറ്റേൺ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റി. ഓക്കെ, എർത്ത് ക്വേക്ക് മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ വോൾക്കാനോ ഉണ്ടാവുന്നത് എവിടെയാണ് എന്ന് നോക്കിയ സമയത്ത് അപ്പോഴും നമുക്ക് ഇതുപോലെ വളരെ കൃത്യമായിട്ടുള്ള പാറ്റേൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ അതുകൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ലോകത്തിലെ 70 to 80% എർത്ത് ക്വേക്കും ലൈക്ക് നോട്ട് 80%, ഓൾമോസ്റ്റ് ലൈക്ക് 90% ഓഫ് ദി എർത്ത് ക്വേക്കും ചില സ്പെസിഫിക് ഏരിയകളിൽ മാത്രമായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും.
ഓക്കെ, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇത് ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു മാപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ലൈക്ക് ഇന്ത്യയുടെ സെൻട്രൽ ഏരിയയിലേക്കൊന്നും വരുന്നില്ല. ഈ മാപ്പുകളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുടുക്കയിലോ അല്ലെങ്കിൽ ബാലരമയിലൊക്കെ കണ്ട പോലെ ഈ മാപ്പിനൊക്കെ ഇങ്ങനെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സമയത്ത് ഓരോരോ സ്പെസിഫിക് ഏരിയകൾ സെപ്പറേറ്റ് ആയിട്ട് നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഏരിയയിലൊക്കെ ലൈക്ക് ഹൈ ഇന്റൻസിറ്റിയിൽ എർത്ത് ക്വേക്കും അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻസും എസ്പെഷ്യലി ജപ്പാനൊക്കെ വരുന്ന ഏരിയയിൽ ഒരുപാട് ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹിമാലയൻ ഏരിയ ഇങ്ങനെ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഹിമാലയത്തിന്റെ താഴത്തേക്ക് ഇങ്ങോട്ടേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സെപ്പറേറ്റ് പ്ലേറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫൈനലി ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. ഇതെല്ലാം ഓരോരോ സെപ്പറേറ്റ് പ്ലേറ്റുകളാണ്. അതുകൊണ്ടാണ് ഈ പ്ലേറ്റിന്റെ മാർജിനിലൂടെ അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റുകൾ ചേരുന്ന പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതിനെ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. ഓക്കെ, സോ അത് വളരെ കൃത്യമായിട്ട് ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള എർത്ത് ക്വേക്കിനെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഇതുപോലത്തെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഷോർ ഏരിയ ഓക്കെ, അതായത് നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്കയുടെ ഈ ഒരു ഷോർ ഏരിയ നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് എർത്ത് ക്വേക്സ് റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇവിടെ ഈ പറയുന്ന പസഫിക് പ്ലേറ്റും അതുപോലെ തന്നെ ഈ നോർത്ത് അമേരിക്കൻ പ്ലേറ്റും അതുപോലെ പസഫിക് പ്ലേറ്റും ഈ പറയുന്ന സൗത്ത് അമേരിക്കൻ പ്ലേറ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുന്ന ഏരിയാസ് ആണ്. എന്നാൽ ഈ രണ്ട് പ്ലേറ്റുകളല്ല, ഇവിടെ ഒരുപാട് മറ്റനേകം പ്ലേറ്റുകൾ ചെറിയ ചെറിയ പ്ലേറ്റുകളും വരുന്നുണ്ട്. അതൊക്കെ പ്ലേറ്റ് ടെക്ടോണിക്സ് കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ ഈ ഒരു ഇമേജിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ഇൻപുട്ട് ഇതാണ്. നമ്മുടെ ടോട്ടൽ വേൾഡ് എന്ന് പറയുന്നത് ലാൻഡ് ഏരിയ അല്ലെങ്കിൽ ഓഷ്യൻ ഏരിയ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ലാൻഡ് ഈ ഓഷ്യന് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈവൻ ഇൻക്ലൂഡിങ് ദിസ് ഓഷ്യൻ അത് ഒരുപാട് പ്ലേറ്റുകളായിട്ട് ഒരുപാട് കഷ്ണങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? അതെ സാർ. ഓക്കെ, ഇനി നമ്മുടെ എർത്തിന്റെ സർഫസിലേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിന്റെ സർഫേസിൽ മാറ്റം വരുത്തുന്ന ചില ഫോഴ്സുകളുണ്ട്, ചില ശക്തികളുണ്ട്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പ്രദേശത്തൂടെ ഓക്കെ ഒരു പ്രദേശത്തൂടെ ആദ്യം ചെറുതായിട്ട് എന്ത് ചെയ്യും, ഒരു നീരൊഴുക്ക് ഉണ്ടാവും. ആ നീരൊഴുക്ക് പിന്നീട് കുറെ കൂടെ കൂടിയിട്ട് എന്തായിട്ട് മാറും, അത് തോടായിട്ട് മാറും. ആ തോടായിട്ട് ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് എന്തായിരിക്കും, ഇവിടുന്ന് സൈഡിൽ നിന്നൊക്കെ മണ്ണ് നീക്കം ചെയ്തിട്ട് അതിന്റെ വീതി കൂടുന്നുണ്ടായിരിക്കും, അതിന്റെ ആഴം കൂടുന്നുണ്ടായിരിക്കും. ഓക്കെ, ഡെപ്ത് ആൻഡ് ബ്രെഡ്ത്ത് കൂടുന്നുണ്ടായിരിക്കും. പിന്നീട് ഒരുപാട് കാലത്തേക്ക് വീണ്ടും അത് ഒഴുകുന്ന സമയത്ത് അത് പിന്നീട് കുറെ കൂടെ വലിയ തോടായിട്ട് മാറും, പിന്നീട് അതൊരു പുഴയായിട്ട് മാറും. ഓക്കെ, സോ ഇങ്ങനെ എർത്തിന്റെ സർഫസിൽ മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണ് വാട്ടർ അല്ലെങ്കിൽ ജലം എന്ന് പറയുന്നത്. ആ ജലം ഒഴുകുന്നതിനനുസരിച്ചിട്ട്, കാരണം വാട്ടർ ഒഴുകി പോകുന്ന ഒരു ഏരിയ ഓക്കെ, വാട്ടർ ഫ്ലോയിങ് റീജിയൻസ് നമുക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. വാട്ടർ ഒരു പ്രദേശത്തൂടെ ഒഴുകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് ഇപ്പം ഒരു പ്രദേശത്തൂടെ വെള്ളം ഒഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിലും ആ ഒരു പ്രദേശം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാറുണ്ടോ? അതെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ കുറച്ച് കുഴിഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ കുഴിഞ്ഞു നിൽക്കുന്ന പ്രദേശമാണെങ്കിൽ അതിനർത്ഥം അതിലൂടെ വെള്ളം ഒഴുകി ഒരുപാട് കാലം അതിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ട് അവിടുന്ന് ഇറോഷൻ നടന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മണ്ണ് മുഴുവൻ നീക്കം ചെയ്തു. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, അത്തരത്തിൽ കുഴികളായിട്ട് ഇങ്ങനെ രൂപം കൊണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ഈ എർത്തിന്റെ സർഫസിൽ മാറ്റം വരുത്തുന്ന ഒരു ഫോഴ്സ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് അത്രത്തോളം കണ്ട് പരിചയമില്ലാത്തതാണ്. നമ്മൾ കേരളത്തിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് മഴയും വെള്ളവും ഇതൊക്കെയാണ് നമുക്ക് കണ്ട് പരിചയമുള്ളത്. എന്നാൽ ഇതേപോലെ തന്നെ നമ്മൾ അറബ് നാടുകളിലേക്കൊക്കെ പോയാൽ അല്ലെങ്കിൽ ഡെസേർട്ട് റീജിയനിലൊക്കെ പോയാൽ അവിടെ ലാൻഡ് ഫോംസിലെ മാറ്റം വരുത്തുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വിൻഡ് ആണ്. ഓക്കെ, ശക്തമായിട്ടുള്ള മണൽക്കാറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് മണൽക്കൂനകൾ ഉണ്ടായിരിക്കും. ഇനി അതല്ല, ശക്തമായിട്ടുള്ള പൊടിക്കാറ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് പല സമയത്തും ഡെപ്പോസിഷൻ നടക്കും, പല സ്ഥലത്തും ഇറോഷൻ നടക്കും. അപ്പോൾ അവിടെ വെള്ളം പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലാൻഡ് ഫോംസിൽ ചേഞ്ച് വരുത്തുന്ന ഒരു ഏജന്റ് ആണ് വിൻഡ് എന്ന് പറയുന്നത്. പല പ്രദേശത്തും മണൽക്കൂനകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ചന്ദ്രന്റെ ഒക്കെ ഒരു ഷേപ്പില് മണൽക്കൂനകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ലൈക്ക് ഒരുപാട് പാറ്റേണിൽ അത് അങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഡെസേർട്ട് ഏരിയാസിലൊക്കെ. ഓക്കെ, ചിത്രത്തില് വിൻഡ് എന്ന് പറയുന്നതും
നമ്മുടെ എർത്തിന്റെ സർഫസിൽ ഒരു ചേഞ്ച് വരുത്തുന്ന ഒരു ഫോഴ്സ് ആണ്. ഇനി അതേപോലെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു വോൾക്കാനോ എന്ന് പറയുന്നത്. വോൾക്കാനോ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ ഉള്ളിലുള്ള മോൾട്ടൺ ആയിട്ടുള്ള മാഗ്മ, അത് എർത്തിന്റെ സർഫസിലേക്ക് എത്തുന്നത് ഇത്തരത്തിലുള്ള വോൾക്കാനോസിലൂടെയാണ്. സോ വോൾക്കാനോസിലൂടെ എങ്ങനെ വിൻഡ് എന്തായാലും സാർ പറഞ്ഞത്? വിൻഡ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ സർഫസിൽ മാറ്റം വരുത്തുന്ന ഒരു ഫോഴ്സ് ആണ്, ഒരു ഏജന്റ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ വെള്ളം ഒഴുകുന്ന സമയത്ത് തോടുകൾ ഉണ്ടായിരിക്കും, നദികൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിൻഡ് ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് വീശുന്ന സമയത്ത് അല്ലെങ്കിൽ വീശിയിട്ടുണ്ടെങ്കിൽ ചില ഭാഗത്തുനിന്ന് വിൻഡ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അവിടുന്ന് മണ്ണിനെ എടുത്ത് കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം ഈ ഭാഗം താഴ്ന്നു പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ മരുഭൂമിയിലൊക്കെ ഈ ലൈക്ക് കാർ ഓടിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും, മരുഭൂമിയിൽ റേസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ താഴ്ന്നു നിന്ന് പിന്നെ ഇങ്ങനെ പൊങ്ങിയിട്ട്, കാരണം ആ വിൻഡിന്റെ ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ജോഗ്രഫിക്കൽ ഷേപ്പുകൾ രൂപം കൊണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ സാർ. ഓക്കെ, സോ അതാണ് വിൻഡിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ വരുന്നത് വോൾക്കാനോ ആണ്. ഒരു വോൾക്കാനോ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതിന്റെ ഉള്ളിലൂടെ മാഗ്മ പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, മാഗ്മ മാത്രമല്ല പുറത്തേക്ക് വരുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള ഡസ്റ്റുകൾ അതും പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒരുപാട് പൊടിപടലങ്ങൾ, ഡസ്റ്റുകൾ അതും എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിന്റെ സർഫസിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, ഇനി അതല്ലാതെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്യാസസ് അതും എമിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈവൻ ലൈക്ക് സൾഫർ, നൈട്രജൻ, അതിന്റെ ലൈക്ക് ഓക്സൈഡുകൾ, ഇതൊക്കെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു എർത്ത് ലൈക്ക് വോൾക്കാനിക് ഇറപ്ഷനിലൂടെ നമ്മുടെ സർഫസിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ എത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ എർത്തിന്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ആകുന്ന സമയത്ത് അത് ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യും, ഇല്ലേ? ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് ശരിയാണോ? അതെ. ഓക്കെ, സുമയ്യ മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, വോൾക്കാനിക് ലാൻഡ് ഫോംസ്. ഇതൊക്കെ നമുക്ക് UPSC പഠിക്കാനുള്ള ഇമേജസ് തന്നെയാണ്. ഓക്കെ, വോൾക്കാനോ ആൻഡ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. ബട്ട് അതിന്റെ ഒരു റിയൽ ഇമേജ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ചില സ്ഥലത്ത് വോൾക്കാനിക് ഇറപ്ഷൻ കഴിയുമ്പം അതിന്റെ ഉള്ളിലുള്ള സാധനമൊക്കെ പുറത്തേക്ക് വരുമ്പം അങ്ങനെ എല്ലാം വന്ന് പുറത്തേക്ക് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ആ കുന്ന് ഇടിഞ്ഞ് അതിന്റെ ഉള്ളിലേക്ക് വീഴും. അപ്പൊ ഇതുപോലുള്ള ലേക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ലൈക്ക് ലൊക്കേഷൻസ് രൂപം കൊള്ളും. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി സംഭവിച്ചത് ഈ വോൾക്കാനിക് ഇറപ്ഷൻ എല്ലാം കഴിഞ്ഞു, അതിനുശേഷം ഒരുപാട് കാലം കഴിഞ്ഞു, അപ്പൊ അതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒന്നുമില്ല. അപ്പം അതിലേക്ക് എന്ത് ചെയ്തു, എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ഒരു പുതിയ തടാകമായിട്ടാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, അത് രൂപം കൊണ്ടിട്ടുള്ളത്. ഓക്കെ, സോ ചിലപ്പം അങ്ങനെ ആയിരിക്കാം എന്ത് ചെയ്യുന്നത്, പുതിയ മാറ്റം കൊണ്ടുവരുന്നത്. ഓക്കെ, ചില പ്രദേശങ്ങളിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല. അഗ്നിപർവ്വതം പൊട്ടി ഒലിച്ചിട്ട് ഒരുപാട് ലാവ, ഓക്കെ, ആ ഒരു എൻറ്റയർ ഏരിയ തന്നെ ചിലപ്പം ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ ഒരു ഇമേജിലേക്ക് നോക്കുന്ന സമയത്ത് ഈ അഗ്നിപർവ്വതം പൊട്ടിയൊലിക്കുന്നതിന് മുമ്പ് ചിലപ്പം ഈ പ്രദേശത്തൊക്കെ മരങ്ങള് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, മരങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതങ്ങ് പൊട്ടിയൊലിക്കുന്നതോട് കൂടിയിട്ട് ഇവിടെയുള്ള എല്ലാത്തിനെയും ഈ ലാവയുടെ അടിയിലാക്കിയിട്ട് പുതിയ ഒരു ജോഗ്രഫിക്കൽ എന്താ പറയാ ഷേപ്പ് അല്ലെങ്കിൽ ഒരു പുതിയ ജോഗ്രഫി അവിടെ രൂപം കൊള്ളുകയാണ്. ഓക്കെ, സോ ആ രൂപത്തിലും എന്ത് ചെയ്യാം, മാറ്റം ഇത്തരത്തിലുള്ള വോൾക്കാനോസ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ എന്താണ്, വോൾക്കാനോസ് നമ്മുടെ സർഫസിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള ചേഞ്ചസ് ആണ്. പിന്നെ ഇതുപോലുള്ള ലാവ ഡെപ്പോസിഷൻസ് വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ലാവ ഡെപ്പോസിഷൻസ് അതും എർത്ത് വോൾക്കാനോയിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ വോൾക്കാനോ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് ആണ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മളിപ്പോ പറഞ്ഞ പോലെ വാട്ടർ അതുപോലെ തന്നെ വിൻഡ്. ഓക്കെ, വാട്ടർ, വിൻഡ്, ഓക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, എർത്തിന്റെ സർഫസിൽ മാറ്റം വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ മാറ്റം വരുത്തുന്ന ഒന്നാണ് എന്ത്, വോൾക്കാനോ എന്ന് പറയുന്നത്. ദെൻ ഒരു പ്രദേശത്ത് എർത്ത് ക്വേക്ക് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഓക്കെ, എർത്ത് ക്വേക്ക് ഉണ്ടായെന്ന് വിചാരിക്കുക, നോർമൽ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമായിരിക്കും. പക്ഷെ ഇവിടെ എല്ലാം കൂടെ അങ്ങ് കുലുങ്ങി അല്ലെങ്കിൽ ഇളകി മറിയുന്നതോട് കൂടിയിട്ട് ചില പ്രദേശങ്ങളൊക്കെ താഴ്ന്നു പോകും, ചില പ്രദേശങ്ങൾ എന്ത് ചെയ്യും, ഉയർന്നു വരും. പല ബിൽഡിങ്ങുകളും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നുണ്ടായിരിക്കും. അതൊരു ലാർജ് സ്കെയിൽ എർത്ത് ക്വേക്ക് ഒക്കെ ആണെങ്കിൽ അവിടെ വളരെ വിസിബിൾ ആയിട്ട് ഒരുപാട് ഏരിയയിൽ തന്നെ ചേഞ്ച് വന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു എർത്ത് ക്വേക്കിന്റെ ഒരു ഇമേജും കൂടെ കാണാം.
ഓക്കെ, എർത്ത് ക്വേക്കിന്റെ ചില റിയൽ ആയിട്ടുള്ള ഇമേജസും കൂടെ കാണാം. ഇത് കണ്ടില്ലേ, ലൈക്ക് ലാർജ് ലാൻഡ് ഫോംസ് ഏരിയാസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇടിഞ്ഞു പോയിട്ടുണ്ട്. പല പ്രദേശങ്ങളും ഇടിഞ്ഞു പോയി താഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വീണിട്ടുണ്ട്. പല മലകളും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇടിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇതുപോലെ പല പ്രദേശങ്ങളും താഴ്ന്നു പോയതായിട്ടുണ്ടായിരിക്കാം. ചില പ്രദേശങ്ങൾ ഉയർന്നു വരുന്നതും ഉണ്ടായിരിക്കും എർത്ത് ക്വേക്കിലേക്ക് വരുന്ന സമയത്ത്. ഓക്കെ, സോ ഇതൊക്കെ എർത്ത് ക്വേക്കിൽ എന്ത് ചെയ്യാറുണ്ട്, സംഭവിക്കാറുണ്ട്. എർത്ത് ക്വേക്ക് ആവുന്ന സമയത്ത് ഇത്തരത്തിൽ പലതും സംഭവിക്കാറുണ്ട്. ഓക്കെ, ഇത് ലൈക്ക് വേണമെങ്കിൽ നമുക്കൊരു ലൈക്ക് AI ജനറേറ്റഡ് എന്നൊക്കെ പറയാം. ഇത്തരത്തിൽ ചില പ്രദേശം താഴ്ന്നു പോകും, ചില പ്രദേശങ്ങൾ റിലേറ്റീവ് ആയിട്ട് പൊങ്ങി വരും. അപ്പൊ ഇത്തരത്തിലൊക്കെ എർത്ത് ക്വേക്ക് വരുന്ന സമയത്തും എർത്തിന്റെ സർഫസിൽ എന്ത് ചെയ്യാറുണ്ട്, ചേഞ്ചസ് നടക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അതെ സാർ. അപ്പം എർത്ത് ക്വേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, ചേഞ്ചസ് എർത്തിന്റെ സർഫസിൽ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പം എർത്ത് ക്വേക്ക് അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം. അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എർത്തിന്റെ സർഫസിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതല്ലാതെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇത് നമ്മുടെ എർത്തിന്റെ സർഫസിൽ എന്ത് ചെയ്യാറുണ്ട്, മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. ചില പ്രദേശങ്ങളിൽ ലൈക്ക് ഓവറായിട്ട് ഗ്രേസിങ് ആനിമൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് ഭക്ഷിക്കുന്ന ലൈക്ക് മൃഗങ്ങൾ ഒരുപാടായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മൃഗങ്ങൾ ആ പ്രദേശത്തെ ഗ്രാസ് ലാൻഡ്സ് മുഴുവൻ തിന്നു തീർക്കുകയും അവിടെ മരുപ്രദേശമായിട്ട് മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പല പ്രദേശത്തും ഗ്രേസിങ് ആക്ടിവിറ്റി നിരോധിക്കുന്നത്. ഓക്കെ, പുൽപ്രദേശങ്ങളെ മുഴുവൻ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ തിന്നു നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ പുല്ല് ആ പ്രദേശത്ത് വീണ്ടും വളർന്നു വരാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും അങ്ങനെ ആ ഒരു പ്രദേശം മരുപ്രദേശമായിട്ട് പിന്നീട് മാറുകയും ചെയ്യും. കാരണം ഈ പ്രദേശത്തുള്ള ഗ്രാസ് അല്ലെങ്കിൽ പുല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഉണ്ടാവുന്ന വിൻഡ് അല്ലെങ്കിൽ വാട്ടർ, ഓക്കെ, വിൻഡ് അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ജലം, ഇതൊക്കെ എന്ത് ചെയ്യും, ഈ സോയിലിന്റെ സർഫസ്, ഈ ഒരു സോയിലിന്റെ സർഫസിനെ ഇറോഡ് ചെയ്ത് കൊണ്ടുപോകും. സോ ദിസ് വിൽ ലീഡ് ടു സോയിൽ ഇറോഷൻ. അത്തരത്തിൽ സോയിൽ ഇറോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഫെർട്ടിലിറ്റിയെ ഇമ്പാക്ട് ചെയ്യും, സോയിൽ ഫെർട്ടിലിറ്റി ഇമ്പാക്റ്റഡ് ആവും. അങ്ങനെ സോയിൽ ഫെർട്ടിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഇത്തരത്തിലുള്ള ഗ്രാസസിന് ഗ്രോ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെ വരുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പ്രദേശം പിന്നീട് ഒരു മലപ്രദേശമായിട്ട് മരങ്ങളും ചെടികളും ഒന്നും ഇല്ലാത്തൊരു പ്രദേശമായിട്ട് മാറും. അപ്പം ആനിമൽസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ പ്രദേശങ്ങളെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ചിലപ്പോൾ അത് പ്ലാന്റ്സ് ആയിരിക്കാം. ഓക്കെ, പ്ലാന്റ്സ് എന്ത് ചെയ്യും, ചില പ്രദേശങ്ങളിൽ മാറ്റം കൊണ്ടുവരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ലൈക്ക് നോർമലായിട്ട് മനുഷ്യൻ തന്നെ കൊണ്ടുവരുന്നതാണ്. ബട്ട് എനിവേ ചില വയൽ പ്രദേശങ്ങൾ ഉണ്ടായിരിക്കും. ആ വയലുകളിൽ പതുക്കെ നമ്മൾ എന്ത് ചെയ്യും, മണ്ണൊക്കെ ഒന്ന് കൂട്ടിയിട്ടിട്ട് അവിടെ ലൈക്ക് ഇനീഷ്യലി വാഴ വെക്കും, പിന്നീട് എന്ത് ചെയ്യും, കവുങ്ങ് വെക്കുന്നതായിരിക്കും, പിന്നീട് തെങ്ങ് വെക്കും, പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റു മരങ്ങൾ വെക്കും. അപ്പം ഇങ്ങനെ മരങ്ങൾ വെക്കുന്ന സമയത്ത് ആദ്യം ഒരു വെറ്റ്ലാൻഡ് ആയിരുന്ന നമ്മുടെ ഫീൽഡുകൾ, വയലുകൾ പിന്നീട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലാൻഡ് ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, ഇത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, കൺവേർഷൻ നടക്കാറുണ്ട്. വയലുകൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, ഓവർ ദ ടൈം അതിനെ ലാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കും. കാരണം ഈ ഒരു പ്രദേശത്ത് വരുന്ന ലൈക്ക് ഇപ്പൊ വെറ്റ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിന് ആ വാട്ടറിനെ റിട്ടൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു വാട്ടറിൽ ജീവിക്കുന്നതിനുള്ള കഴിവുണ്ട്. എന്നാൽ പിന്നീട് ഇവിടുത്തെ പ്ലാന്റ്സ് ചേഞ്ച് ചെയ്ത് വരുന്നതിനനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും ആ വാട്ടർ റിട്ടൻഷനും കപ്പാസിറ്റിയും ഒക്കെ കുറയുകയും അതിനനുസരിച്ചിട്ട് അത് പിന്നീട് ഒരു ലാൻഡ് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിനെയാണ് നമ്മൾ സക്സഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കുറെ കൂടെ കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. എനിവേ ഇത്തരത്തിലെ ഓരോ ലാൻഡ് സർഫസ് ഏരിയാസ് ചേഞ്ച് ചെയ്യുന്നതിന് പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ സാധിക്കും എന്നുള്ളത് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഈ പറയുന്ന വോൾക്കാനോ ആൻഡ് എർത്ത് ക്വേക്ക് ഇത് രണ്ടും ഉണ്ടാവാനുള്ള മേജർ ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിത്തോസ്ഫിയറിൽ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്താണ്. ലിത്തോസ്ഫിയറിൽ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റിലെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്ന സമയത്താണ്. അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയാം. ലൈക്ക് രണ്ട് പ്ലേറ്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ എർത്തിന്റെ സർഫസിലുള്ള രണ്ട് ഡിഫറെന്റ് പ്ലേറ്റുകൾ. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത് ഒരുപാട് പ്ലേറ്റുകളാണെന്നുള്ളത് മനസ്സിലായി. അപ്പം ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കാന്ന് വിചാരിക്കുക. ഈ പ്ലേറ്റ് ഇങ്ങോട്ടേക്കും വരികയാണ്, ഈ പ്ലേറ്റ് ഇങ്ങോട്ടേക്കും പോവാണ്. അങ്ങനെ ഈ രണ്ട് പ്ലേറ്റും കൂടെ കൂട്ടിയിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, എർത്ത് ക്വേക്ക് ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ സേ ഫോർ എക്സാമ്പിൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന രണ്ട് പ്ലേറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ത്യയും അതുപോലെ തന്നെ ഏഷ്യയും. ഓക്കെ,
ഇന്ത്യയും അതുപോലെ ഏഷ്യയും ഇത് രണ്ടും കൂടെ ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് എന്ത് ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, ഹിമാലയം എന്ന് പറയുന്നത്. ഇനി ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. ഇത് ഇങ്ങോട്ടേക്കും പോവാണ്, ഇത് ഇങ്ങോട്ടേക്കും പോവാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഒരു വിള്ളൽ രൂപം കൊള്ളും. അങ്ങനെ ഒരു വിള്ളൽ ഉണ്ടാകുന്ന സമയത്ത് എർത്തിന്റെ ഉള്ളിൽ നിന്നുള്ള മാഗ്മ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇതുപോലെ ചാടും. ഓക്കെ, ഇതുപോലെ പുറത്തേക്ക് ചാടി വരും. അപ്പൊ ആ മാഗ്മ എന്ത് ചെയ്യും? എർത്തിന്റെ സർഫസിലേക്ക് റിലീസ് ആവും. അപ്പം ഈ പറയുന്ന എർത്ത് ക്വേക്ക് ആയാലും അതുപോലെ വോൾക്കാനോ ആയാലും ഇതെല്ലാം എന്താണ്? ഇത്തരത്തിലുള്ള ലിത്തോസ്ഫിയറിക് മൂവ്മെന്റ് അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സിന്റെ ആക്ടിവിറ്റിയിലൂടെ രൂപം കൊള്ളുന്നതാണ്. ഓക്കെ, ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും.